അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നാണമില്ലല്ലോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ. ശരിക്കും അതാ നൂറ ഞെട്ടിപ്പോയി. അതെ, തൻ്റെ ഭർത്താവ് തന്നോട് ദേഷ്യത്തോടെ പെരുമാറുകയാണ്. എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. നാശം. എന്താടാ അവിടെ? ഉമ്മയുടെ വാക്കുകൾ. അതെ, ഇന്ന് രാവിലെയാണ് നമ്മുടെ നൂറയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മ പോയിട്ടുള്ളത്. നൂറയുടെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചായിരുന്നു പോയത്. എന്നാൽ പ്രതീക്ഷിക്കാതെ തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ കണ്ട നൂറ ശരിക്കും ഞെട്ടി. റബ്ബേ, ഒരിക്കലും അങ്ങോട്ടൊരു തിരിച്ചുപോക്ക് വിചാരിച്ചതല്ല. പക്ഷേ ബാപ്പയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് സുഖം സമാധാനമില്ല. ഒരാളുടെ ചീത്ത കേട്ടുകൊണ്ട് എങ്ങനെ റബ്ബേ ഇവിടേക്ക് നിൽക്കുക? എനിക്കറിയുന്നില്ല റബ്ബേ. അല്ലാ, ഞാൻ എന്ത് ചെയ്യും? ഈ വീട്ടിൽ നിൽക്കാൻ സമാധാനമില്ല, ആ വീട്ടിൽ നിൽക്കാൻ സമാധാനമില്ല. ആകെ ഒരു സ്നേഹമുള്ളത് ഉമ്മ മാത്രമാണ്. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? ശരിക്കും നൂറക്ക് നല്ല ടെൻഷനായിരുന്നു. അതിനിടക്കാണ് ഉമ്മ കയറി വരുന്നത് കണ്ടത്. മോളെ, അസ്സലാമു അലൈക്കും. ഉമ്മ. വലൈക്കും അസ്സലാം. നൂറയെ കണ്ടതും ഉമ്മ കെട്ടിപ്പിടിച്ചു. മോൾക്ക് പോരാനായില്ലേ ഉമ്മ? അപ്പോഴേക്കും അതാ നൂറയുടെ ഉമ്മ വന്നു. അല്ലാ, ആരതേ? കയറിക്കോളി, ഇരിക്കി. പഠിച്ചോനെ, മോളെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടേനും. അപ്പം എന്താ ഏതാ? അല്ല, മോനെവിടെ? ഓരോ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓനെ കിട്ടൂല. എന്നോട് പറഞ്ഞു നിങ്ങൾ തന്നെയാണ് പോയി കൊണ്ടുവന്നോളി എന്ന് പറഞ്ഞു. അതാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നത്. എന്തൊക്കെ പിന്നെ വർത്താനം? സുഖല്ലേ മോളെ? നൂറ, എന്താ മോളുടെ മുഖത്തൊരു വിഷമം? ഏയ് ഒന്നുമില്ലമ്മ. അതെ, ഒന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഓളിവിടെ വന്നതിൻ്റെ ശേഷം ഹസ്ബൻഡ് വിളിച്ചിട്ടുമില്ല. അപ്പം പിന്നെ അതിൻ്റേത് അത് ഓനെ കാക്കണ്ട. ഓൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഓനെ എപ്പോഴും വിളിക്കലും ഇതൊന്നും ആരും ഇനി അങ്ങനെ വിളിക്കൊന്നുമില്ല. ഓൾക്ക് തോന്നുമ്പോൾ എന്ത് വിളിക്കും. അതിപ്പോൾ സ്നേഹമില്ലായിട്ടും ഇഷ്ടമില്ലായിട്ടൊന്നല്ല. പിന്നെയെന്ന് വെച്ചാൽ ചിലവരുണ്ടല്ലോ എപ്പോഴും വിളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ആ ഒരു സ്വഭാവം എൻ്റെ മോൻക്കില്ല. അതൊക്കെ ശരിയും, സ്നേഹമില്ലായിട്ടൊന്നല്ല. മോളെ നൂറ, നമുക്കിന്ന് പോകാൻ നോക്കിയാലോ? അല്ല, ചായ ഉണ്ടാക്കട്ടെ. അപ്പോഴേക്കും അടുക്കളയിലേക്ക് പോയി. ചായ ഒന്നും വേണ്ടേ? അല്ല, നിങ്ങളേതായാലും ഇങ്ങോട്ട് വന്നല്ലോ, അതന്നെ വലിയ സന്തോഷം കേട്ടോ. നൂറയുടെ ഉമ്മ അത് പറയുമ്പോൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അതെ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അവന് ഒക്കെ റെഡിയായി വന്നോളേ. അതിപ്പോ ഓന് ഒന്നാമത് ഒഴിവുമില്ല. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെ അല്ലേ. ചില ആൾക്കാർ എപ്പോഴും പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടും അങ്ങനെ ഒരു ടീം ഉണ്ടാവും. എന്നാൽ ചിലവരോ എന്തെങ്കിലും 1-2 വർത്താനം ചോദിക്കും. എന്താ പോന്നില്ലേ? എന്നായിക്കോട്ടെ. അതുമാത്രം. അല്ലാതെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫോൺ എല്ലാം ഫ്രീ ആണ്, പൈസ പോലും വേണ്ട. എന്നാലും പലരുടെയും ചിന്താഗതി ഭാര്യനോട് സംസാരിച്ചാൽ ഏറുമോ, അല്ലെങ്കിൽ ഭാര്യനോട് ഒരുമിച്ച് സംസാരിച്ചാൽ എന്തോ വലിയൊരു പ്രശ്നം പോലെയാണ് പലരും കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൻ്റെ കാര്യങ്ങൾ നോക്കണ്ട. ഓളെ ഭർത്താവിൻ്റെ ഉമ്മയായി ഞാനാണ് കൊണ്ടുവരാൻ വന്നിക്കണത്. നൂറ, മോള് പോരിട്ടോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ബാപ്പ വന്നു. അല്ലാ, ബാപ്പ വന്നില്ലേ? നിങ്ങൾ വന്നോ? എവിടെ നമ്മളെ മരുവന്? അതെ, ഓന് തിരക്കും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ അവളോട് പറയായിരുന്നു, പെൺകുട്ടികളെപ്പോഴും കെട്ടിച്ച് വീട്ടിൽ നിൽക്കരേ നല്ലത്. അതാണ് അതിൻ്റെ അന്തസ്സേ. അല്ലാതെ സ്വന്തം പെരയിൽ വന്നിക്കണ അന്തസ്സല്ല, അത് 2ാം നമ്പർ പരിപാടിയാ. അതന്നെയാണ് ഞാൻ ഓള് കൊണ്ടുവരാൻ വേണ്ടി വന്നതും. ചായ കൊടുക്ക് ജ്. ഇക്കാ ചായ കൊടുക്കണേ. അങ്ങനെ ഏതാ ചായയും കടിയും എല്ലാം എടുത്തു വെച്ചു. എന്തെങ്കിലും കൊണ്ടുവരണോ പീടിയെന്ന്? ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ നേരണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് പഴം വേണ്ട, ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടൊക്കെ കൊണ്ട് കൊണ്ടുവരാം, അവിടെ ഉണ്ട് കിട്ടുമല്ലോ. അപ്പോൾ തന്നെ ഉപ്പ അതാ കടയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു, വേണ്ട, നിങ്ങൾ എവിടേക്ക് പോകുന്നത്? അതെ, ഞാൻ പോവാണ്. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഏതൊക്കെയെന്ന് അറിയില്ലല്ലോ. ആ ഓട്ടോനെ പറഞ്ഞേച്ച് നിങ്ങൾ പറ്റുന്നുണ്ട്, ഒരു ഓട്ടോക്കാരനെ വിളിച്ചു തന്നാളേ. മോളെ നൂറ, മോളെ. മാറ്റിയോ? ഉമ്മ. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ മാറ്റി. കാരണം ഒരുപാട് ടൈമൊന്നും അവൾ എടുത്തില്ല. അവൾക്കറിയാമായിരുന്നു. കാരണം ഇനി ഉമ്മ വന്നതല്ലേ, നമ്മൾ അവരെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുതല്ലോ. നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ പെട്ടെന്ന് മാറ്റി പോവല്ലേ വേണ്ടത്. മോളെ, വല്ലാതെ നേരം വൈകിപ്പിക്കേണ്ടെന്നാലേ, എന്നാൽ മോള് പോയിക്കോട്ടോ ഉമ്മ. എന്നാൽ അപ്പോഴേക്കും ഉപ്പ കടയിൽ നിന്ന് കടിയുമൊക്കെയായി വന്നു. ഉമ്മ ചായയും ഉണ്ടാക്കി. ഇത് തിന്നോളി. എന്തിനാണ് അതൊക്കെ നിങ്ങൾ കൊണ്ടുവച്ചത്? അതിൻ്റെ ആവശ്യമില്ലേനല്ലോ ഇപ്പോൾ.
എന്നാലും ഉമ്മ അതാ ഒരു പഴംപൊരി കടിച്ചു കൂട്ടി ചായയും കുടിച്ചു. മതിയേ, എനിക്ക് മതി, ഞാനൊന്നും വല്ലാതെ തിന്നതല്ലേ, പിന്നെ നിങ്ങൾ കൊണ്ടുവന്നതല്ലേ, തിന്നാതിരിക്കണം മോശമല്ലേ വിചാരിച്ച് തിന്നതാണ്. മോളെ നൂറ, കഴിഞ്ഞില്ലേ? ആ ഉമ്മ. എന്നാൽ നൂറ തൻ്റെ പെറ്റുമ്മയുടെ മുഖത്തേക്ക് നോക്കി വിതുമ്പുന്നുണ്ടായിരുന്നു. മോളെ, അന്നെ സ്നേഹിക്കാൻ ഇങ്ങനൊരു ഉമ്മ ഉണ്ടല്ലോ, അതും നല്ല കാര്യം തന്നെയല്ലേ. നൂറ മോളെ പോവല്ലടി. ഞാനേ ഓളോട് ഇങ്ങനെ എപ്പോഴും പറയേ, ഇപ്പം എൻ്റെ ഫൗസിയാണെങ്കിലും തന്നെ എന്തെങ്കിലുമൊക്കെ പറയൊക്കെ ആണെങ്കിൽ ഓരോ സ്വഭാവം കാട്ടിക്കോട്ടെ. എൻ്റെ മോള് ഫൗസിയ, ഞാൻ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചില്ല. അതായത് ഓളങ്ങനെ ഇതാക്കി പറയും, എന്നോട് കുറേ വന്ന് പറയും. അതിപ്പോൾ ഓളെ കെട്ടിച്ചു കൊടുത്ത് അങ്ങനെ തന്നെ ഇക്കാരം, ആ സ്വഭാവം പിന്നെ മാറ്റൂലല്ലോ. ഞാൻ പറയും, ഇജെന്ത് പറയുകയാണെങ്കിലും പറഞ്ഞോ, എന്നാലും നൂറിനെ കുറിച്ച് ഒന്നും പറയരുത്, ഓളെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ അതിന് നാക്കുകൊണ്ട് ഉപദ്രവിക്കാനുള്ള വലിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്, ഒന്നും ഈ ചെയ്യരുത്. ഓളിവിടെ നല്ല മട്ടത്തിന് കഴിഞ്ഞോട്ടെ. ഇജ് ദയവായി ഇതിക്ക് ജടങ്കോലിടാൻ വരല്ലേന്ന് ഞാൻ അവളോട് പറയലാണ്. അല്ല എന്നാൽ മോള് ഇതൊന്നും പറഞ്ഞത് അല്ലേ, ഒന്നും ഉണ്ടായിട്ടല്ലോ. ഓളങ്ങനെ പറയും, അങ്ങനെ എപ്പോഴും പറഞ്ഞ് നമുക്ക് കേട്ട് ഓമ കെട്ടക്കണേ. ഞാൻ പറയും, ഇജിപ്പോൾ എന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നത്, എനിക്കിപ്പോൾ ഓൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെയൊക്കെ ഏതായാലും പിന്നെ ഇന്നലെ വിളിച്ചുകാണ്ട് പറഞ്ഞു, ഉമ്മ പോയി കൊടുന്നോളിട്ട്, അമ്മക്ക് കാലുവേദന അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ മോളെ നൂറ, വീട്ടിലത്തെ ജോലിയൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ ഉമ്മാക്ക്. പൊന്നാര താത്ത, എനിക്ക് നിങ്ങളോട് പറയാൻ, എൻ്റെ മോള് എന്ന് വെച്ചാൽ ഈ നൂറ മോള്, ഓള് ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കണ്ടറിഞ്ഞ് എല്ലാ പണിയും ഓളെടുക്കും. പെരീത്തെ പണി മുഴുവനും ഓൾക്കൊരിക്കൽ പോലും ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ ഓൾ ഉഷാറാണ്, പാവണ്ട് കുട്ടി, എല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുത്തീനു, കല്യാണം കഴിച്ച് വീട്ടിൽ പോയാൽ നമ്മളെ കൊണ്ട് കഴിയണമൊക്കെ ചെയ്യണം കേട്ടോ, ഓലൊരിക്കലും കാത്തിക്കരുത്, എല്ലാം നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. നല്ല തള്ളാരങ്ങനെയാണ്, ബാക്കിയുള്ളവരാണ് എടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇത് നല്ലതാണ്, നിങ്ങൾ ഉമ്മ നല്ലതായതുകൊണ്ട് ഓൾക്ക് പറഞ്ഞു കൊടുത്ത്. പക്ഷെ എന്നാലും തന്നെ ഞാൻ ഒരു വാക്ക് പറയാൻ ഓള് കാത്തിക്കലില്ല. എത്ര നേരത്തെ നെയ്ച്ച് അടുക്കളയിലെത്തും, എല്ലാം സഹായിച്ചിട്ടും ചെയ്തിട്ടും അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. പക്ഷെ ഓൻക്കും ഒക്കെ ഒരു കടുംപിടുത്തമായപ്പോൾ നമ്മളിപ്പോൾ എന്താ കാട്ടണേ. ഏതായാലും ഞാൻ ഓളെ കൊണ്ടോട്ടെ കേട്ടോ. എന്നാൽ നൂറയുടെ ഉമ്മാക്ക് വല്ലാത്ത വിഷമം. എന്തെങ്കിലും ഓല് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം കാര്യമൊന്നുമില്ലേ, അന്നിപ്പോൾ ആ ഒരു ബോധം കിട്ടിയില്ലേ. ഓൻ ആരൊക്കെ പറഞ്ഞ് തലയിൽ കെറ്റിക്കണം, ആ ഒരു സുഖമില്ലാത്ത പെണ്ണിനാണോ ഒജ് കൊണ്ടെടുക്കണത്. അപസ്മാരം എന്താ കാട്ടുക, ടൂറൊന്നും അതിനെ കൊണ്ടുപോകാൻ പറ്റൂല, അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താ കാട്ടുക, ഇടങ്ങാറാവൂലേ. അങ്ങനെ ഓരോന്ന് തലയ്ക്ക് ഇങ്ങനെ പറഞ്ഞെടുത്ത് എൻ്റെ കുടുംബക്കാരൻ, ഞങ്ങളെ പെരക്കാരനെ പറഞ്ഞെടുത്തേക്കണ്, വേറെ ആരും പറയണ്ട, പെരക്കാരനെ. എന്തിനാണ്, എന്താ കുറുക്കൻ്റെ അസുഖം ഇളകിയതല്ലേ, അങ്ങനെയല്ലേ. കുറുക്കൻ്റെ അസുഖം എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ കൂക്കെടുക്കുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ടെൻഷനുള്ള കേട്ടുകാണ്ട് കൂക്കെടുത്തുകാണ്ട് ആകെപ്പാട് ഇടങ്ങാറാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ അപസ്മാരം പോലെ തന്നെ. അങ്ങനത്തെ സൈസിനാണ് ഈ കുറുക്കൻ്റെ അസുഖം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഇളകിയതല്ലേ ഓൾക്ക്. അങ്ങനെ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ വെച്ചുകൊണ്ട് നിൽക്കണത് ശരിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, എനിക്ക് ഇടങ്ങാറാവും, ബുദ്ധിമുട്ടോ, ഒഴിവാക്കിക്കാളാവും, ഒരു ബന്ധത്തിനും നിൽക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോ തലയിൽ കയറ്റിക്കണം. എന്നാലോ എനിക്ക് ഈ കുട്ടീൻ്റെ മുഖത്തേക്ക് ഒന്നും തോന്നിയിട്ടില്ല. അത് ആ സമയത്ത് ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം കുടിക്കാതെ പുതിയണ്ണിൻ്റെ ഡ്രസ്സും മാറ്റി രാവിലെ മുതൽ ഉച്ച വരെ എങ്ങനെ നിൽക്കല്ലേ, എന്തോ ഒരു കട്ടിങ്ങാനുള്ള ഒരു ലഹങ്കയും കാര്യങ്ങളൊക്കെയാണത്. അതിമ്മ മുത്തും കല്ലും എന്തും റബ്ബേ, ആ കുട്ടികളെയും വേണ്ട സമ്മതിച്ചേ. പിന്നെ ഈ തലയിൽ കൂടെ അതും ഇത് കുത്തിയിട്ടും ഇങ്ങോട്ട് കുത്തി കയറ്റിയിട്ടും മുല്ലപ്പൂവായിട്ടും പണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ കുറേ ഫാൻസി മാല അതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഈ ചൂടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പുതിയണ്ണുങ്ങളങ്ങ് നിൽക്കല്ലേ. പിന്നെ പള്ളൻ്റെ ഉള്ളിൽ എന്ത് കണ്ടേ ഇറങ്ങിയാലല്ലേ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതുമില്ല. അങ്ങനത്തെ ഈ അവസ്ഥയിൽ ഏത് കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ബോധം കെട്ടുപോകും. അതിപ്പോൾ ഒന്ന് തല കറങ്ങി വീണാണ്, എന്താ ചെയ്യുക. നമ്മളെ കുടുംബക്കാരനെ നമ്മൾ ശത്രുക്കൾ, വേറെ ആരുമല്ലേ. എനിക്ക് എന്നാലും ഈ കുട്ടീനെ കുറിച്ച് അങ്ങനെ തോന്നിയിട്ട് തന്നെയില്ല. ഞാൻ പറഞ്ഞു മോനോട്, മോനെ ഇജ്ജ് അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്ക്, അങ്ങനെയാണെങ്കിൽ ഓരോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു അസുഖം എന്തേ ഉണ്ടേനോ എന്നുള്ളത്. എന്നാൽ നൂറയുടെ ഉമ്മ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല കേട്ടോ, ഒരിക്കലും എൻ്റെ കുട്ടിയെ ഹോസ്പിറ്റലിൽ പനി തന്നെ വന്നാലും ഓൾ ഹോസ്പിറ്റലിൽ പോകില്ല, എന്തേ ഒരു പാരസെറ്റമോളോ ഗുളിക എന്തേ കുടിച്ചിട്ടാണ് നിൽക്കുക എന്നല്ലാതെ ഓൾക്ക് വേണ്ടി ഇതുവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേ ഇല്ല. പഠിച്ചവനാണ് സത്യം അല്ലേ, എനിക്ക് വിശ്വാസമുണ്ടേ, ഓളെ കണ്ടാ അറിയില്ലേ. പക്ഷെ ഓരോരുത്തരും പറഞ്ഞ് അങ്ങനെ ഇതാക്കി വെച്ചേക്കണം. ഓനാണെങ്കിൽ അതും കേട്ട് നിൽക്കുക. എനിക്ക് പിരാന്ത് പിടിച്ചും ചില സമയത്ത് ഓൻ്റെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ഈ പെണ്ണിനോടൊരു അവഗണന കാട്ടണം. എന്നാലും ഞാൻ പറയാം, ഓള് പോന്നോട്ടെ, അതൊക്കെ ഞാൻ നന്നാക്കി എടുത്തോണ്ട് ട്ടാ. നിങ്ങളൊന്നും വിചാരിക്കണ്ട. നൂറ കണ്ണീരോടെ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ഉപ്പ പറഞ്ഞു,
നിങ്ങൾ നന്നാക്കിയെടുക്കേ. അതായത് പെൺകുട്ടികൾ നിൽക്കേണ്ടത് പുതിയാപ്പിളാരെ പെരയിൽ തന്നെയാണ്. ഉമ്മ പോയിട്ട് വരാം കേട്ടോ. ഉപ്പ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ആ വലൈക്കും അസ്സലാം. അങ്ങനെ ഏതാ ഉപ്പ വിളിച്ച ഓട്ടോക്കാരൻ വന്നു. എന്നാൽ ഞങ്ങൾ കൊണ്ടോട്ടെ ഓളെ ഞാൻ. അസ്സലാമു അലൈക്കും എല്ലാവരോടും. എന്നായിക്കോട്ടെ. അങ്ങനെ ഏതാ നൂറയെയും കൂട്ടി നൂറയുടെ അമ്മായിമ്മ ഓട്ടോറിക്ഷയിൽ കയറുന്നു. എന്നാൽ അത് കണ്ട് നൂറയുടെ ഉമ്മ വിതുമ്പിക്കരഞ്ഞു. എന്താടി കരയണത്? ഇക്ക നിങ്ങൾക്കറിയില്ല, അതെ, വീട്ടിൽ ആണുങ്ങൾ നല്ലതല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവിതം വളരെയധികം കഷ്ടത്തിൽ തന്നെയാണ്. നിങ്ങൾ എന്ത് കരുതിയിട്ടാണ്? എന്താ ഇപ്പോൾ ഞാനാണോ പറഞ്ഞയച്ചത്? അല്ല, എന്താ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര വലിയ മോശക്കാരനെ ആണല്ലോ. ഇനിയിപ്പോൾ പെജ്ജിവിടെ നിൽക്കണില്ല, അതേപോലെയാണ് കഴിഞ്ഞു പോവും. അങ്ങനെ തന്നെ അല്ലേ? അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഫസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇക്ക എന്നാലും ഇന്നലത്തെ ന്യൂസൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുകയായിരുന്നു. എന്ത് ന്യൂസ്? നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ? ഓ, നമ്മളെ മോൾക്ക് എന്താ സ്ത്രീധനത്തിന് കുറവ്? ഞാൻ അവൾക്ക് പള്ള നിറച്ചും പണ്ടം കൊടുത്തേക്കണേ. അതെ, ഞാൻ ഇതുവരെ ഒരു കൂട്ടി വെച്ചതൊക്കെ ഓൾക്കന്നെ ഞാൻ കെട്ടിപ്പിച്ചപ്പോൾ കൊടുത്തത്, അല്ലാതെ വേറെ ആർക്കുമല്ല. എൻ്റെ മോൻക്കുള്ളവരെ മാറ്റി വെച്ചിട്ടില്ല. ഓൻക്ക് ഈ വീടും സ്ഥലം അതിലുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഓൾക്ക് നല്ലോണം ഈ ഒരു പൊന്നിൻ്റെ വിലയുള്ള ഈ കാലത്ത് ഓൾക്ക് ഞാൻ പള്ള നിറച്ചും പണ്ടം കൊടുത്തേക്കണ്. സ്ത്രീധനത്തിൻ്റെ പേരിലൊന്നും ഒന്നും പറയാൻ പറ്റൂല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണെങ്കിൽ ഓരോന്ന് തോന്നിക്കഴിഞ്ഞാൽ 50 പവൻ വിറ്റിട്ടും തീരാത്ത ആർത്തി. ഒടുവിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന് നിങ്ങൾ പത്രത്തിലൊന്നും കണ്ടില്ലേ? വിവാഹം കഴിഞ്ഞ് 1.5 വർഷം മാത്രമാണ് അവർ ജീവിച്ചത്. അപ്പോഴേക്കും ഈ കുട്ടിയെ ഇടങ്ങാറാക്കിയിരുന്നു പല രീതിയിലുമല്ല. സ്ത്രീധനം എന്ന പേരായിരിക്കും. ചിലപ്പോൾ അവളോട് ഇഷ്ടം ഉണ്ടാവില്ല, ചിലപ്പം അവൾ ഒഴിഞ്ഞു പോകണമെന്ന് വിചാരിക്കും. അങ്ങനത്തെ സമയത്തായിരിക്കും ഈ പെണ്ണിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമോശമൊക്കെ തോന്നിയതും അവൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അങ്ങനെ കായി തീർന്നതും. നീ എന്തീ പറയുന്നത്? കാര്യം തെളിയിച്ച് പറയും. എനിക്ക് നമ്മളെ മോളെ അവസ്ഥ ആലോചിക്കുമ്പോൾ പേടിയും ബേജാറും തോന്നുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അതായത് 50 പവൻ കൊടുത്ത് കെട്ടിച്ചതാണ് പെണ്ണിനെ. ഓന് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പണ്ടങ്ങനെ കൊണ്ടുപോയി. എന്നാൽ അത് മാത്രമല്ല, അതൊക്കെ ഊറ്റിയെടുത്ത് പിന്നെയും വേറെ പലതിനും പണം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാലെന്താ, അതിനിടയ്ക്ക് ഈ ചെക്കന് മറ്റൊരു പെണ്ണുമായി ബന്ധം ഉണ്ടായിരുന്നു. ഇവളുടെ ഒക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോ എന്തോ അറിയില്ല. എന്നാൽ ഇവർ തമ്മിൽ നല്ല കമ്പനി. ഈ പെണ്ണ് മാത്രം പാവം ഒറ്റപ്പെട്ട് നിൽക്കുക. എന്നാലും മനം നൊന്ത് ഇവള് ആത്മഹത്യ ചെയ്യാനുണ്ടായത്. കാരണം തൻ്റെ ഭർത്താവ് എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും കൈ പിടിച്ച് രണ്ടുപേരും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ എത്തുമ്പോഴേ ഞാൻ വിചാരിച്ച രീതിയിലല്ല ഭർത്താവ്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ അറിയുമ്പോഴേ ആ പെണ്ണാകെ തകർന്നു പോലെ. അതുമല്ല, പോരാത്തിന് രഹസ്യമായ മറ്റൊരു ബന്ധം. എങ്ങനത് സഹിക്കും? രാത്രി നട്ടപ്പാതിരൊക്കെ അവനോട് തമ്മിൽ വിളിച്ച് സംസാരിക്കുക. ഇവളിതെല്ലാം കേട്ട് സങ്കടപ്പെടുക. ഒടുവിലെന്താ, വീട്ടിൽ പോകാനും പറ്റൂല. കാരണം ഉള്ള സ്വർണം മുഴുവൻ ഈ കാലമാടനെടുത്തു. പിന്നെ ബാക്കി പണത്തിന് വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ട മറ്റൊരു പെണ്ണിന് വേണ്ടി ജീവിക്കുക. ഇവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും അങ്ങോട്ട് ഇടങ്ങാറായി. ലാസ്റ്റ് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞേക്കിട്ടില്ലായിരുന്നു? നിൻ്റെ കുട്ടിക്കെങ്ങാനും എന്തെങ്കിലും പറ്റട്ടെ. എടി, നിൻ്റെ കരുനാക്ക് വളച്ചോറൊന്നും പറയല്ലേ. അതൊക്കെ അവൾ പറയുന്നത് ഓരോ ന്യൂസ് പേപ്പറത്തെ കാര്യങ്ങളും അത് ഉള്ള സംഭവം തന്നെയാണ്. സ്ത്രീ പീഡനം എന്ന് പറഞ്ഞാലേ പല രീതിയിലും ഉണ്ടാവും. ഒന്ന് സ്ത്രീധനത്തിൻ്റെ പേരിൽ, മറ്റത് സൗന്ദര്യമില്ലാത്ത അടിയില്ല എന്നതിൻ്റെ പേരിൽ. ഇപ്പോഴിത് അവരൊന്ന് ബോധം കെട്ട് വീണു എന്നതിൻ്റെ പേരിലാണ് നമ്മളെ മോൾ നൂറിയെ അവർ പീഡിപ്പിച്ചത് നീ കണ്ടുടി? അല്ല, അവളുടെ ഉമ്മ തന്നെ പറഞ്ഞല്ലോ ഓൻ അങ്ങനെ ഒരു ഇതാണ്, അതൊക്കെ ശരിയായിക്കോളൂ, ഓരോരുത്തരോട് പറഞ്ഞിട്ട് അവനക്ക് അങ്ങനെ ഒരു ഇതാണെന്നൊക്കെ. എനിക്ക് പറഞ്ഞേക്കാനേ പോതില്ലായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ ധൃതിയായിട്ട് ഈ ഒന്നും മിണ്ടാന്ന് അവിടുന്ന്. അല്ല പിന്നെ അതെ, ആ കുട്ടിയെയും അവർ എത്രമാത്രം പ്രതീക്ഷയോടെ കെട്ടിച്ചതായിരിക്കും. എന്നാൽ ഭർത്താവിൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയായി തീരുമ്പോൾ ഏതൊരു പെൺകുട്ടിയുടെ മനസ്സും വല്ലാതെ അങ്ങ് വേദനിച്ച് പോകൂലേ? അതും മറ്റൊരു ബന്ധം, എന്നിട്ട് ഉപദ്രവം. എന്തൊരു ഉപദ്രവമാണല്ലോ പെണ്ണിനെ ഉപദ്രവിച്ചത്. തലേ ദിവസം വീട്ടിൽ ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. വീട്ടുകാരൊന്നും അവന് മാത്രം ഇവൾ അത്യധികം ഉപദ്രവിച്ചത്രേ. അത്യധികം ഉപദ്രവിച്ച് അവളെ ഇടങ്ങാറാക്കി പിറ്റേ ദിവസമാണ് ഈ കുട്ടി വാതിലൊക്കെ അടച്ചു പൂട്ടി കടുങ്കൈ ചെയ്തത്. എന്താലേ, എത്രമാത്രം വിചിത്രമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നൂറെക്കുറിച്ച് ആലോചിച്ചിട്ട് പേടിയാകുന്നുണ്ട്. കാരണം കെട്ടിയ ആണുങ്ങൾ നല്ലതല്ലെങ്കിലേ പിന്നെ നമ്മൾ എത്ര പൊന്നും പണ്ടും എന്തുണ്ടായിട്ടും സ്വത്തും മുതലുണ്ടായിട്ടും കാര്യമില്ല. കെട്ടിയ ആണുങ്ങൾ നല്ലതാണെങ്കിൽ ഒരു ചെറ്റ കുടിലിൽ പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിലും ജീവിക്കുമ്പോഴേ അവിടെ സമാധാനം ഉണ്ടാവും.
അതുമാത്രമല്ല, കെട്ടുമ്പോൾ ദീനം നോക്കി കെട്ടിച്ചു കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദീനില്ലാത്ത ആൾക്കാർക്കാണ് അങ്ങനത്തെ ഓരോ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാകുക. എന്തൊക്കെയായി തീരുന്നാവും നമ്മുടെ നൂറയുടെ സ്ഥിതിഗതികൾ. എനിക്ക് സമാധാനമല്ല. നിങ്ങളൊന്ന് ഈ ഒന്ന് മിണ്ടാന്ന് അവിടുന്ന് മനുഷ്യനെ. അല്ലേ, നിങ്ങളെ നിർബന്ധിച്ചിട്ട് നമ്മളിവിടെ നിന്നോട്ടെ വെച്ചാൽ മതി. എൻ്റെ കുട്ടിക്കെങ്ങാനും എന്തെങ്കിലും പറ്റട്ടെ. അതെ, ചിലക്കണ്ട ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ മനുഷ്യനെ. നിങ്ങൾക്ക് എന്തൊരു വാശിയായിരുന്നു. എനിക്കറിയാടി എൻ്റെ കള്ളത്തരം എന്താന്ന്. അവനക്ക് ആ ഷാവുലിനെ കൊണ്ട് കെട്ടിക്കാനല്ലേ. അതെ, വെറും ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിക്കാരനായ ഓനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കൂലാന്ന് തന്നെ. എനിക്കൊരു ആവശ്യമുണ്ട്. എൻ്റെ മോളെ കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസവും കുറച്ച് സ്വത്തും മുതലുള്ളവരെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അല്ലാതെ ഈ പഠിപ്പൊന്നും ഇല്ലാത്തവരാണ് ഈ പണിക്ക് നിൽക്കുക. അതെ, പഠിപ്പ് ഇതുലല്ല വലിയ കാര്യം. അത് പൈസ ഉള്ളവരിലിപ്പം പഠിപ്പിക്കും, അല്ലാത്തവരും ഇങ്ങനത്തെ പണിക്ക് പോകും. എങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഷാഹുലിൻ്റെ കൂടെയുള്ള ജീവിതമായിരുന്നു നല്ലതെന്നാ. എന്നാൽ അത് കേട്ട അതാ ഉമ്മയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുന്നു. നിങ്ങൾ ഇനി പറയോ എന്നെക്കുറിച്ച്? ഇനി പറയോ? ഇനി അതിനെക്കുറിച്ച് ഈ കാര്യം പറയോ? എപ്പോഴും ഷാവുല് പറഞ്ഞുകൊണ്ട്. എടി, എൻ്റെ വീട്ടിലത്തെ പണിക്കാരനാണ്. ഓനെ കൊണ്ട് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചെടുക്കേ. ഓനക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൻ നീച്ച് നടക്കൂല. നിങ്ങൾ പഠിച്ചോൻ കാണുന്നുണ്ടോ ഇതൊക്കെ? എന്താ എൻ്റെ മോൾ ആർക്ക് കെട്ടിക്കണം ആർക്ക് കെട്ടിക്കണ്ടെന്ന് എനിക്കറിയാം. അതേ, അത്രയ്ക്കും വൃത്തികെട്ട ഓനെക്കൊണ്ടല്ല ഞാൻ കെട്ടിക്കുക. ഇവിടുത്തെ ഈ പണിയും കാര്യങ്ങളും എടുത്ത് നടക്കണേ ഓനെക്കൊണ്ടേ ഞാൻ കെട്ടിക്കണമെന്ന്. എന്താന്നില്ല, എൻ്റെയൊക്കെ മനസ്സിലത്തെ പോതി ഇപ്പോഴും അതാണ്. വെറുതെ അല്ല എൻ്റെ മോളെ പിടിച്ച് ഇവിടെ നിർത്തുന്നത്. ശരിക്കും അതാ നൂറയുടെ ബാപ്പ നല്ല ഇളക്കത്തിലാണ്. ഉമ്മ പേടിച്ച് വിറച്ചു. എൻ്റെ റബ്ബേ, പഠിച്ചോൻ എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്കല്ല. എൻ്റെ കുട്ടീനെ ഇഷ്ടമില്ലാത്തവർക്ക് റബ്ബേ ഓളെ കൊണ്ടുപോയിക്കണത്. ആ ഉമ്മാൻ്റെ ഒരു ദയ കൊണ്ട് കൊണ്ടുപോയതാണ് പഠിച്ചോനെ. ഇനിയിപ്പോൾ എന്തായി തീരും കാര്യങ്ങളൊന്നും എനിക്കറിയുന്നില്ലല്ലോ. അല്ല പഠിച്ച റബ്ബേ, നീ കാത്തുരക്ഷിക്കേ. ഉമ്മാക്ക് സമാധാനമില്ലായിരുന്നു. നൂറയെ വിളിച്ച് പഠിച്ചോനെ എത്തിക്കണം, നമ്മൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ ഉമ്മ അതാ വിളിക്കുന്നു മോളുടെ ഫോണിലേക്ക്. എന്നാൽ അവൾ അടുക്കളയിലായിരുന്നു. ഹലോ ഉമ്മ. മോളെ അസ്സലാമു അലൈക്കും. എത്തിയോ? ഉമ്മ എത്തി, ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. ഉമ്മ പറഞ്ഞു ഇനി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് ഫ്രഷ് ആകാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴേ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഉമ്മ. എവിടെ ഓനവിടെ ഉണ്ടോ? ഇല്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. മോളെ നല്ല മട്ടത്തിൽ നിന്നോളിട്ടോ. ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിഷമിക്കരുതിട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഉമ്മ ഒരു കാര്യം പറഞ്ഞു തരാം. എന്തെങ്കിലും ഉമ്മാൻ്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോണ്ടിട്ടോ. ഉമ്മാനെ വിളിച്ചോണ്ട് അമ്മ വരണ്ടിട്ടോ. പാപ്പാൻ്റെ സ്വഭാവം ഈ നോക്കണ്ട. പാപ്പാൻ്റെ എനിക്കറിയില്ല. എനിക്കൊക്കെ എത്ര തല്ലാ മോളെ കിട്ടില്ലേ. സത്യമായിട്ടും എൻ്റെ കുട്ടിക്ക് സുഖസന്തോഷമായി അവിടെ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ നല്ല രീതിയിലുള്ള സ്വഭാവവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി കേട്ടോ. എൻ്റെ കുട്ടി ഒരു ജോലിക്കാരിയായി അവിടെ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഈ സമയം അവിടുത്തെ ഉമ്മ, നൂറ മോളെ ആരെ വിളിക്കുന്നത്? ഉമ്മയാണ്. എത്തിയെന്ന് പറയാം മോളെ. പറഞ്ഞു. എന്നായിക്കോട്ടെ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. എൻ്റെ കുട്ടിക്ക് നിൽക്കണോടത്ത് നല്ല മനസ്സമാധാനം കൊടുക്ക് റബ്ബേ. അള്ളാഹുവേ, ആ ഉമ്മാക്കും അവളുടെ ഹസ്ബൻഡിനൊക്കെ നല്ല രീതിയിൽ ഓളോട് നല്ല സൽസ്വഭാവത്തോടെ പെരുമാറാനും നല്ല സ്നേഹവും സന്തോഷവും കൊടുക്കാനും നീ തോന്നിപ്പിക്കല്ല. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ നൂറ അവൾ ബെഡ്റൂമിലേക്ക് പോകുന്നേ ഇല്ലായിരുന്നു. മോളെ പോയി ഡ്രസ്സ് മാറിക്കോ. ഉമ്മ അത് ചെല്ല് മോളെ. അങ്ങനെ അവൾ ചായ എല്ലാം കുടിച്ച് മുകളിലത്തെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവൾ വാതിൽ പതുക്കെ തുറന്നപ്പോൾ തൻ്റെ ഭർത്താവ് അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് ലീവാണ്, ഞായറാഴ്ച കൂടി ആയതുകൊണ്ടായിരിക്കാം. ശരിക്കും അവൾ അത് കണ്ട് ഒന്ന് ഞെട്ടി. എന്നാൽ വാതിൽ പതുക്കെ തുറക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് അവൻ ഉണർന്നു. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. റബ്ബേ, എന്തായിരിക്കും പ്രതികരണം? എനിക്കറിയുന്നില്ലല്ലോ അല്ല. അവൾ കാരണം തന്നെ ഇവിടുന്ന് പോകാൻ പറഞ്ഞതാണ്, ഇറക്കി വിട്ടതാണ്. എന്നിട്ട് പോലും ഞാൻ ഉമ്മ ഡ്രസ്സ് മാറാൻ പറഞ്ഞയച്ചതാണ്. എന്നാൽ അവൾ വാതിൽ തുറന്ന ശബ്ദം കേട്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു അവളെ രൂക്ഷമായി നോക്കി. ഒരു നിമിഷം അവൾ ഞെട്ടിത്തരിച്ചു. റബ്ബേ, എന്തായിരിക്കും അവൻ്റെ വായിൽ നിന്ന് കേൾക്കുക എന്നറിയുവാൻ വേണ്ടി അവൾ ഒരു നിമിഷം അവിടെ പകച്ചു നിന്നു. എന്നാൽ അപ്പോഴേക്കും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എന്തായിരിക്കും അവൻ അവളോട് പറയുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്?
അതെ, അവളെ സ്വീകരിക്കുമോ? അവളോട് നല്ല രീതിയിൽ പെരുമാറുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.